എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 19 ശ്ലോകം 8, 9, 10, 11, 12, 13, 14 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ആ ഗോപന്മാർക്കും പശുക്കൾക്കും ചൂട് അനുഭവപ്പെട്ടു ഭയങ്കരമായിട്ട്. നോക്കുമ്പോഴാണിതാ അതിഭയങ്കരമായിട്ടുള്ള കാട്ടുതീ. കുറെ പേരൊക്കെ ഇങ്ങനെ ആ കാട്ടുതീയിൽ ഇങ്ങനെ വെന്ത് കുറെ മൃഗങ്ങള് അങ്ങനെ മരിച്ചു പോകുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ അവര് പേടിച്ച് ഉറക്കെ ഭഗവാനെയും രാമകൃഷ്ണ എന്ന് വിളിച്ച് ഉറക്കെ കരയണം. അവർക്ക് ആകെയുള്ള രക്ഷ ആരാണ്? രാമനും കൃഷ്ണനും. അവര് രക്ഷിക്കുന്നുള്ളത് അവർക്ക് ഉറപ്പാണ്. ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഭഗവാനെ എന്ന് വിളിച്ച് ഉറക്കെ കരയണം. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 8. തമാപതന്തം പരിതോദവാഗ്നിം ഗോപാശ്ച ഗാവ പ്രസമീക്ഷ്യ ഭീതാഃ ഊജുശ്ച കൃഷ്ണം സബലം പ്രപന്നാ യഥാ ഹരിം മൃത്യുഭയാർത്തിതാ ജനാഃ. ആ 4 ഭാഗത്തും പിടിപെട്ടുകൊണ്ടിരിക്കുന്ന കാട്ടുതീന്റെ നടുവിലകപ്പെട്ട ആ ഗോപന്മാരും പശുക്കളും വളരെ ഭയപ്പെട്ടു. അന്തകന്റെ മുഖത്തിൽ അകപ്പെടാൻ ഭാവിക്കുന്ന ജനങ്ങള് വേറെ യാതൊരു നിവൃത്തിയില്ലെന്ന് കാണുമ്പോ സർവഭയങ്ങളെയും സംഹരിച്ച് രക്ഷിക്കുന്ന ശ്രീഹരിയെ ശരണം പ്രാപിക്കുന്നത് പോലെ സകല ഗോപന്മാരും പശുക്കളും ബലരാമനെയും ശ്രീകൃഷ്ണനെയും ശരണം പ്രാപിച്ചു. ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ രാമകൃഷ്ണ എന്ന് ഉറക്കെ വിളിച്ച് കരഞ്ഞു. കൃഷ്ണ കൃഷ്ണ മഹാവീര ഹേ രാമ അമിത വിക്രമ ദാവാഗ്നിനാ ദഹ്യമാനാൻ പ്രപന്നാൻ ത്രാതുമർഹത. ഹേ മഹാവീര, അമിത പരാക്രമശാലിയായ കൃഷ്ണ, അമിത വിക്രമ, അത്യന്തം ശൗര്യമുള്ള ഹേ രാമ, കാട്ടിലകപ്പെട്ട് തീയിന്റെ നടുവിൽ കിടന്നിങ്ങനെ വെന്തു പോകാൻ തക്ക സ്ഥിതിയിലിരിക്കുന്ന ഞങ്ങള് നിങ്ങളെ തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ രക്ഷിക്കാൻ യോഗ്യരാണ്. നിങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങളെ രക്ഷിക്കാൻ. രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് അവര് വേറെ ആരോടും പറഞ്ഞില്ല. അവർക്ക് എന്താ ആപത്ത് വരുമ്പോഴും അങ്ങനെയല്ലേ അല്ലെ? രാമകൃഷ്ണ വിളിച്ചിട്ട് കരയും. നൂനം ത്വൽ ബാന്ധവാ കൃഷ്ണ ദജാർഹന്ത്യവസീദിതും വയം ഹി സർവധർമ്മജ്ഞ ത്വന്നാഥാ ത്വൽപരായണ. ഹേ കൃഷ്ണ, അവിടുത്തെ ബന്ധുക്കളല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ ദുഃഖിക്കാൻ അങ്ങ് സമ്മതിക്കില്ല എന്നാണ് അവര് പറയണത്. ശരണാഗതന്മാരെ രക്ഷിക്കുന്നതിന് മീതെ ഉത്കൃഷ്ടമായ ധർമ്മം മറ്റൊന്നുമില്ല എന്ന് നിനക്കറിയാത്തതല്ലോ. ഞങ്ങൾക്ക് നീ തന്നെ രക്ഷ. ഞങ്ങൾ നിന്നെ അല്ലാതെ മറ്റാരെയും പരമാശ്രയമായി കരുതിയിട്ടില്ല എന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് ഞങ്ങളെ വിശേഷിച്ചും രക്ഷിക്കാൻ നീ കടപ്പെട്ടിരിക്കണം. ഉഗ്രമായ ഈ കാട്ടുതീയില്, അതായത് ഈ സംസാര വന്യയില്, ഈ സംസാരം തന്നെ ഒരു തീയാണ് അല്ലെ, അകപ്പെട്ടിരിക്കുന്നു എന്ന് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെ ഈ സംസാര വന്യയിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് ബോധമുള്ള വിവേകികള് അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഇതാ ഇവിടെ മഹർഷി നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ ഗോപന്മാര് മുഖാന്തരം ഭഗവാനെ വിളിക്കുക മാത്രമേ രക്ഷയുള്ളൂ. വേറെ ആരോടും നമ്മുടെ ദുഃഖങ്ങളോ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. ഇതിൽ നിന്ന് കരകയറണമെങ്കിൽ ഈശ്വരൻ തന്നെ ശരണം. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ തന്നെ ആശ്രയിക്കുക എല്ലാവരും. ശ്രീശുക ഉവാച വചോ നിശമ്യ കൃപണം ബന്ധൂനാം ഭഗവാൻ ഹരി നിമീലയതമാഭഷ്ട ലോചനാനി ഇത്യഭാഷത. ഭഗവാൻ പറഞ്ഞു ഇങ്ങനെ അവരുടെ തന്റെ പ്രിയപ്പെട്ടവരായ ആ ഗോപന്മാര് ഇങ്ങനെ ദുഃഖിച്ചു പറയണത് കേട്ടപ്പോ ഭഗവാന് സഹിക്കോ? നിങ്ങളെ ഈ കാട്ടുതീ ദഹിപ്പിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ഒട്ടും ഭയപ്പെടാതിരിക്കൂ. എല്ലാവരും ഉറക്ക വിളിച്ചു പറഞ്ഞു. ഭഗവാൻ ഇവിടെ അടുത്തല്ലേ
അടുത്തല്ലല്ലോ, ദൂരല്ലേ. എല്ലാവരോടും ഉറക്ക വിളിച്ചു പറഞ്ഞു, എല്ലാവരും കണ്ണടച്ചോളൂ, എല്ലാവരും കണ്ണടച്ചോളൂ, കാട്ടുതീ നിങ്ങളെ ഒന്നും ദഹിപ്പിക്കില്ല, പേടിക്കണ്ട, ഞാനല്ല ഇവിടെ ഉള്ളത്, കണ്ണടയ്ക്കൂ എല്ലാവരും. ഭഗവാൻ പറഞ്ഞു കേട്ടോ, എല്ലാവരും ഇതാ കണ്ണടയ്ക്കും. തഥേതി മീലിതാക്ഷേഷു ഭഗവാൻ അഗ്നിമുൽബണം പീത്വാ മുഖേന താൻ കൃച്ഛ്രാൽ യോഗാധീശോ വ്യമോചയൽ. ആ ഭഗവാന്റെ കൽപ്പന അനുസരിച്ച് ഗോപന്മാര് എല്ലാവരും കണ്ണടച്ചു നിന്നു, പശുക്കളും കൂടി. അതെ, ഇത് കണ്ടപ്പോ പശുക്കളും കണ്ണടച്ചു എന്നാ പറയുന്നത്. അവര് കണ്ണടക്കണ കണ്ടപ്പോ പശുക്കൾക്കും മനസ്സിലായി, അവരും കണ്ണടച്ചു നിന്നു. അങ്ങനെ ഭഗവാൻ ഭയങ്കരമായ അഗ്നിയെ തന്റെ മുഖാന്തർഭാഗത്തിൽ അങ്ങോട്ട് ലയിപ്പിച്ച് ഗോപന്മാരുടെ സർവ്വസങ്കടവും തീർത്ത് രക്ഷിച്ചു. സർവവും സൃഷ്ടിച്ച് രക്ഷിക്കുന്ന ആ പരാശക്തിയുടെയും നാഥനായിരിക്കുന്ന യോഗേശ്വരന് ഈ അഗ്നിപാനം വല്ല വിഷമമുണ്ടോ? അല്ലെ, ദുഷ്കരമല്ല എന്ന് ഭഗവാന്റെ ഭക്തന്മാർക്ക് തോന്നാതിരിക്കില്ല. കണ്ണടച്ചോളൂ, നേരിട്ട് ഈ അഗ്നിയെ നോക്കണ്ട, പ്രാരബ്ധം കണ്ണു ചിമ്മി അനുഭവിക്കുവിൻ. എന്നെ ശരണം പ്രാപിച്ച നിങ്ങളെ ഈ ക്ഷണം, ഈ ജന്മത്തിൽ തന്നെ ഇനിമേൽ അഗ്നിബാധയുണ്ടാകാത്ത വിധം, അതായത് പുനർജന്മമില്ലാത്ത വിധം ഈ സംസാര വനത്തിൽ നിന്ന് ഞാൻ കടത്തിവിടാം എന്ന് അഭയം അവർക്ക് നൽകി. ഇത് തന്നെയാണ് ശരണാഗതന്മാർക്ക് സിദ്ധിക്കുന്ന പരമഫലം. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ കണ്ണടച്ച് ഇതൊക്കെ അഗ്നിയെ നിങ്ങൾ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഒന്നും നോക്കണ്ട, നിങ്ങൾ കണ്ണടച്ച് എന്നെ ആശ്രയിച്ച് ഞാൻ പറയണത് കേട്ട് അവിടെ നിന്നാ മതി, എന്നെയൊക്കെ ഭഗവാൻ നോക്കിക്കോളും. അവിടെ ഒരു ശരണാഗതി ഭഗവാന്റെ അടുത്ത്, അല്ലെ, എല്ലാം സമർപ്പിച്ച് അവിടെ ജീവിക്കുക, അത് തന്നെ. അപ്പൊ പിന്നെ ഭഗവാൻ നോക്കിക്കോളൂ നമ്മുടെ കാര്യം. ശരണാഗതന്മാർക്ക് സിദ്ധിക്കുന്ന പരമഫലം നമുക്ക് ഇതായത് കൂടെയൊക്കെ, ഈ കഥയിൽ കൂടെയൊക്കെ നമുക്ക് കാണിച്ചു തരുകയാണ്. തതശ്ചതേ അക്ഷീണ്യുന്മീല്യ പുനർഭാണ്ഡീരമാപിതാഃ നിശാമ്യ വിസ്മിതാസൻ മാനം ഗാശ്ചമോചിതാഃ. ഉടനെ ഭഗവാൻ തന്റെ മായാശക്തി കൊണ്ട് തന്നെ ഗോപന്മാരെയും പശുക്കളെയും ഭാണ്ഡീര കവട വൃക്ഷ സന്നിധാനത്തിൽ അങ്ങോട്ട് എത്തിച്ചു. ഗോപന്മാരും പശുക്കളും കണ്ണു വിഴിച്ചു നോക്കുമ്പോ എന്താ, അവര് കണ്ണന്റെ കൂടെ ആ ഭാണ്ഡീര വനത്തില് കളിച്ചോണ്ട് നിന്നിരുന്ന അവര് ആദ്യം അവിടെ തന്നെ അങ്ങനെ നിൽക്കുന്നു. ഗോപന്മാര് അത്ഭുതമായി എല്ലാവർക്കും. ഗോപന്മാര് ജീവജാലങ്ങളാണ്, ഇതിന്റെ തത്വം പറയാണ്. ഗോക്കളോ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ. കാടെന്ന് പറഞ്ഞാൽ ഈ സംസാരക്കാട്, ആധ്യാത്മികമാകുന്ന അഗ്നിയിൽ അകപ്പെട്ടതിന് കാരണം അവിദ്യാശക്തി, അല്ലെ. അതിൽ നിന്ന് മുക്തന്മാരായതിന് കാരണോ വിദ്യാശക്തി. അപ്പൊ മായാധിനാഥൻ ഭഗവാൻ തന്നെ. ഇതെല്ലാം മായയുടെ നാഥനാരാ? ഭഗവാൻ തന്നെ എന്ന് സ്പഷ്ടമാക്കി കാണിക്കണം. അവർക്ക് അത്ഭുതമായവരെല്ലാവരും ഭഗവാന്റെ അടുത്ത് നിന്നിട്ട് കണ്ണനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. ഗോപന്മാരും പശുക്കള് വന്ന് നടക്കാൻ തുടങ്ങി. എത്രയോ എത്രയോ അനുഭവങ്ങൾ അവർക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ. എന്നാലും ഓരോ തവണ ഇത് ഭഗവാന്റെ ഈ ലീലകൾ കാണുമ്പോൾ അവർ അത്ഭുതപ്പെടുന്നു. കൃഷ്ണസ്യ യോഗവീര്യം തൽ യോഗമായാനുഭാവിതം ദാവാഗ്നേരാത്മനക്ഷേമം ഈക്ഷ്യതേ മേനിരേമരം. യോഗമായ വൈഭവത്താൽ സിദ്ധിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ ഈ അപൂർവ ഭാവം കൊണ്ടാണ് തങ്ങള് ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് യോഗന്മാർക്ക് മനസ്സിലായി. ഭഗവാന്റെ യോഗമായ വൈഭവം അത്ഭുതം അത്ഭുതം അത്ഭുതം. അപ്പൊ ഈ ശ്രീകൃഷ്ണൻ സാധാരണ ഒരു മനുഷ്യനല്ല, മരണമൊന്നുമില്ലാത്ത ഈശ്വരൻ. ഈശ്വരന് മരണമില്ലല്ലോ. അപ്പൊ അതുപോലെ മരണമില്ലാത്ത മഹേശ്വരനാണ്, ഈശ്വരൻ തന്നെയാണ് ഞങ്ങളുടെ ഈ ശ്രീകൃഷ്ണൻ എന്ന് അവര് ഉറപ്പിച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.